ഇൻഫ്ലുവൻസേഴ്സ് കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആവുക എന്നുള്ളതാണ്. പിന്നെ ഞാനും ഒത്തിരി ആഡ് ചെയ്യുന്ന ആളാണ്. അപ്പം അതിനെ കുറിച്ച് എനിക്ക് എത്രത്തോളം പറയാൻ പറ്റും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് ആഡ്സ് ഞാൻ റിജക്ട് ചെയ്യുന്നുണ്ട് എന്റെ ഇതുമായിട്ട് അഗ്രി ചെയ്യാൻ. അതെ, ഇപ്പൊ ആൽക്കഹോൾ ബ്രാൻഡിന്റെ ഒരെണ്ണം വന്നായിരുന്നു, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് അവർ ചിലപ്പം നല്ല പേയ്മെന്റ് പോലും കേൾക്കാൻ ഞാൻ നിന്നില്ല, എത്രയാണ് അവർ ഓഫർ ചെയ്യുന്നത്. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു പ്രൊമോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. പിന്നെ ഫിനാൻസിന്റെ വരുമ്പം ഞാൻ ഭയങ്കര കെയർഫുൾ ആകും. ബിക്കോസ് ഫിനാൻഷ്യൽ ലോസ് ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ഗെയിമിംഗ് അല്ല, ഗെയിമിംഗ് ഒന്നും തിരിഞ്ഞു നോക്കാറേ ഇല്ല. അല്ലാതെ ഇങ്ങനെ ബെറ്റിംഗ് ആപ്സും അല്ല, ഫിനാൻസ് ബേസ് ചെയ്തിട്ട് എന്ത് വന്നാലും പൈസ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ കൂടുതൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അവസാനം വരെ വാർണിംഗ് ഒക്കെ വരും. അതെ, മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അതാണ് എനിക്ക് പോലും അറിയില്ല മ്യൂച്വൽ ഫണ്ട്സ് എന്താണ് സംഭവം. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ട്സ് ബേസ് ചെയ്തിട്ടുള്ള സാധനം ഞാൻ പ്രൊമോട്ട് ചെയ്താൽ അത് മണ്ടത്തരമാകും.